അപ്പോൾ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു. ഒരു കുടുംബത്തിലൊരു കുട്ടിയെ കണ്ടുവെച്ചു. അവരോട് വിഷയമൊക്കെ പറഞ്ഞു. ഇങ്ങനെയായിരുന്നു അവസ്ഥ. ഇപ്പൊ അള്ളാഹു ശിഫ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ലല്ലോ. അള്ളാഹ് ഇതൊക്കെ പൊരുത്താണെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ റാഹത്തിൽ നിൽക്കുകയാണ്. അത് ഖൈറാണെങ്കിൽ അള്ളാഹു നടത്തിക്കൊടുട്ടെ. ആ കുടുംബജീവിതം അദ്ദേഹത്തിന് അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ കിടക്കുന്ന നമ്മളറിയാത്ത സുഖങ്ങളുണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു കാലത്ത് മുസ്ലിം അല്ല. തന്റെ നാട്ടിലെ രാജാവാണ്, മലിക്കാണ്, രാജാവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം അങ്ങ് ഷാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോ ഇമാം ബുഖാരി തങ്ങൾ, ഇമാം മുഹമ്മദ് എന്നവര്, ഇബ്നു ഇസ്ഹാഖ് എന്നവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള വിശദമായ സംഭവമാണിത്. കുൻതും റഅൻ ശരീഫൻ, അവര് പറയാൻ നസ്രാനിയൻ, ഞാൻ ക്രിസ്ത്യാനിയായ ഒരു വലിയ മുതലാളിയായി മാന്യനായി നടക്കുന്ന സമയം, ഫി ഖൗമി അസീറു ഫിൽ ഖൗമി ഫിൽ മിർബാ ബിൽ മിർബാ, യുദ്ധമുതലിന്റെ 4/1 എനിക്ക് വേണം എന്ന് യുദ്ധമുതൽ ഓഹരി വെക്കും മുമ്പേ എന്റെ ഓഹരി എടുത്ത് ജീവിക്കുന്ന ആൾ. വകാന ലാ യഹില്ലുഹു ഫി ദീനി, അത് അദ്ദേഹത്തിന്റെ മതത്തിൽ അദ്ദേഹത്തിന് അനുവദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മതം മറ്റൊരു മതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ മതത്തെ സംബന്ധിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചോദിച്ചു, അദി ഇബ്നു ഹാത്തിമേ, നിങ്ങളുടെ മതം എനിക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മതവും വിശ്വാസവും സംബന്ധിച്ച് അദ്ദേഹത്തോട് ചർച്ച ചെയ്യുന്നത് വഴിയെ കാണാൻ കഴിയും. ഇമാം ബുഖാരി തങ്ങൾ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി തങ്ങളുടെ സൈന്യം എന്റെ നാടാക്രമിക്കാൻ വരുന്നത്, പിടിക്കാൻ വരുന്നത്. ഞാൻ ഓടി, ഞാനും എന്റെ കുട്ടികളെയും എടുത്തോടി. അവിടുത്തെ രാജാവാണ്. എന്റെ പെങ്ങളെ ഞാൻ അവിടെ ഇട്ടു, പെങ്ങളെ കൊണ്ടുപോയില്ല. പെങ്ങളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടാണോ എന്നറിയില്ല. പെങ്ങളോട് ഇട്ടിച്ചിട്ട് മൂപ്പരെന്ത് ചെയ്തു, സ്വന്തം മക്കളെയും ഭാര്യ കുട്ടികളൊക്കെ എടുത്തിട്ട് ഒരൊറ്റ രക്ഷപ്പെടൽ, അങ്ങ് ഫലസ്തീനിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ പെങ്ങളെയൊക്കെ ക്യാപ്റ്റീവ്സായി, അസ്ര, പിടിക്കപ്പെടുന്ന ചെറപ്പുള്ളികളായി, യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടു. മുത്തനബി തങ്ങളുടെ സദസ് അവിടെ മദീനയിലേക്ക് അവരെ കൊണ്ടുവന്നു. ബിൻതുൽ ഹാത്തിം, ഹാത്തിം എന്നവരുടെ മോൾ അദി ഇബ്നു ഹാത്തിം, ഹാത്തിം എന്നവരുടെ മകൻ അദി, അവർ പിന്നീട് സുഹാബിയായ ആളാണ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഈ സംഭവം നടക്കുമ്പോൾ സുഹാബിയല്ല. അപ്പോ നബി തങ്ങളുടെ സദസ്സിലിരിക്കുമ്പോ, ആ മുറ്റത്തിരിക്കുമ്പോ പെണ്ണ് പറഞ്ഞു, പൊന്നാര നബിയെ, ഹലക്കൽ വലദ് ഹലക്കൽ വാലിദ് വൽ വാഫിദ്, നബിയെ എനിക്കാരുമില്ല നബിയെ, ആരുമില്ല നബിയെ, എന്നെ ആര് സംരക്ഷിക്കും നബിയെ, എന്നെ നാട്ടിലേക്ക് പറഞ്ഞു വിടൂ നബിയെ. തങ്ങൾ ചോദിച്ചു, ആരാ നിങ്ങളുടെ ആൾ? അദി. ഓ അൽ ഫാറു മിനല്ലാഹി വറസൂലി, അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും ഓടിപ്പോയ ആളോ? അതെ നബിയെ. ഇരിക്കട്ടെ എന്ന് പറഞ്ഞു നബി തങ്ങൾ. 2ാമത്തെ ദിവസം, പൊന്നാര നബിയെ, എന്നെ നാട്ടിലേക്ക് ഷാമിലേക്ക് വിടൂ നബിയെ, ആരുമില്ല നബിയെ, ഞാൻ ഒറ്റക്കാണ്. ആരാ? ബിൻതുൽ ഹാത്തിം, ഹാത്തിമിന്റെ മോളാണ് ഞാൻ. നിങ്ങളുടെ ഗാർഡിയൻ ആരായിരുന്നു? ആരാ രക്ഷിതാവ്? അദി ഇബ്നു ഹാത്തിം. പക്ഷെ അദ്ദേഹം അയാളെ മക്കളെയും പെണ്ണുങ്ങളെടുത്ത് പോയി എന്നെ അവിടെ ഉപേക്ഷിച്ചു. എന്നെ നിങ്ങളുടെ ആളുകൾ നബിയെ ക്യാപ്റ്റീവ്സ് ആയി പിടിച്ചു. അങ്ങനെ ഞാനിവിടെ തടങ്കലിലാണ്, ഒന്ന് രക്ഷപ്പെടുത്തു നബിയെ. ഓ അൽ ഫാറു മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വേണ്ടെന്ന് പറഞ്ഞു ഓടിപ്പോയ ആ അദിയല്ലേ, ഇരിക്കുന്നു പറഞ്ഞു. 3ാമത്തെ ദിവസം പെണ്ണ് ഇത് തന്നെ പറഞ്ഞു. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ചെന്ന് പറഞ്ഞത്, അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ ഒന്നുകൂടെ അങ്ങ് നടന്ന് പറഞ്ഞു നോക്കി ഈ വിഷയം എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങളത് കേട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നാട്ടിലേക്ക് പോവണല്ലേ? അതെ. നിങ്ങൾക്ക് സുരക്ഷിതമായി നാട്ടിൽ പോവാൻ നിങ്ങളുടെ നാട്ടുകാരായ യാത്രക്കാർ ഇങ്ങ് മദീനയിൽ വരണം. നിങ്ങളിങ്ങ് ഒറ്റയ്ക്കെങ്ങ് ഞാൻ എങ്ങനെ പറഞ്ഞയക്കും? നബി തങ്ങളുടെ കാഴ്ചപ്പാട് നോക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ മുസ്ലിം പെണ്ണാണ്, അപ്പോ മുസ്ലിം ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാരായ കച്ചവടക്കാര് വന്നാൽ എന്നോട് പറഞ്ഞേക്കണം, എന്ത് ചെയ്യാ, നിങ്ങൾക്ക് പോകാനുള്ള വഴിയൊക്കെ ഞാൻ റെഡിയാക്കി തരാം. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ആ വിഷയം ചർച്ച ക്ലോസ് ചെയ്തു. ആ സഹോദരി 2-3 ദിവസം കഴിഞ്ഞപ്പോ വന്നു, യാ റസൂലല്ലാഹ്, നബിയെ ഒരു കച്ചവട സംഘം വന്നു. ലീ ഫീഹിം സിഖത്തുൻ വബലാഗ്, അവരെന്നെ അവിടെ കൊണ്ടാക്കി തരും, എനിക്ക് അവർ വിശ്വാസമാണ്, നബി എന്നെ പറഞ്ഞേച്ചേക്കണം. ഓ അങ്ങനെയോ? എന്നാൽ ഇതാ നിങ്ങൾക്കൊരു ഒട്ടകം എന്റെ വക.
ആ ഒട്ടകപ്പുറത്ത് ഒരുപാട് വസ്ത്രം, ഒരുപാട് കേടുവരാത്ത ഭക്ഷണ സാധനം, ഒരുപാട് സമ്മാനങ്ങൾ. ആർക്ക്? നബി തങ്ങളുടെ ശത്രുവിന്റെ ഒരു പെങ്ങൾക്കായി കൊണ്ടുകൊടുക്കുന്നത്. അൽ ഫാറു മിനല്ലാഹി വറസൂലി എന്ന് നബി തങ്ങൾ പറഞ്ഞ, അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഹാത്തിമിന്റെ പെങ്ങൾക്ക് വേണ്ടി കൊടുത്തയച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാത്തിം എന്നവർ അപ്പോൾ ഷാമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയാൻ, ഞാനിങ്ങനെ നോക്കുമ്പോ എന്റെ പെങ്ങൾ വരുന്നുണ്ടെന്നറിഞ്ഞു, ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു കച്ചവട സംഘം വരുന്നത്. ദൂരെ നിന്നൊരു കച്ചവട സംഘം, ഇങ്ങനെ അറബികൾ അങ്ങനെയാണ്, ദൂരെ നിന്ന് കാണുന്ന പറഞ്ഞപ്പോ ഒരു തമാശ നമ്മുടെ കിതാബുകളൊക്കെ കാണുന്നു. ഒരു കണ്ണേറുള്ളൊരു മനുഷ്യനെ കൊണ്ടുപോയി. കണ്ണേറുള്ള മനുഷ്യനെ കണ്ണേർ വല്ലാത്ത സംഭവം നമുക്കറിയാലോ, ഉള്ളതാണ്. അത് പിന്നെ എത്ര അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അതൊക്കെ ഒന്ന് ഏറ്റുനോക്കണം അല്ലേ. പൂത്ത് നിൽക്കുന്ന തെങ്ങൊക്കെ അങ്ങനെ നിന്ന നെത്തിൽ ഉണങ്ങിപ്പോയി പോകും ചില വർത്തമാനം ആളുകൾ പറഞ്ഞാൽ അല്ലേ. ഒരുപാട് കായ്ച്ചു നിൽക്കുന്ന പ്ലാവുകളൊക്കെ കണ്ടിട്ടില്ല, ഉണങ്ങിപ്പോകുന്നത്. ചക്ക വീണുക മാത്രമല്ല, പ്ലാവന്നെ വേരടക്കം ഉണങ്ങിപ്പോകും ചില കണ്ണങ്ങോട്ട് ചെന്നാൽ. അൽ ഐനു ഹഖുൻ, കണ്ണ് സത്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നല്ല കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട് അറേബ്യയിൽ. പണ്ടത്തെ നമ്മുടെ കിതാബുകളൊക്കെ ഇമാമിങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോ അസൂയക്കാരുണ്ടാവുമല്ലോ, അത് ഇതും സിഹറും മാരണം കണ്ണൂറും എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫിത്തിനും ചെയ്യുന്നവരുണ്ടാവും. അപ്പോ ആ കച്ചവട സംഘത്തിന് നഷ്ടം വരണം, അത് ഇയാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ നഷ്ടമായിരിക്കും. അത് വരുത്തണമെന്ന് വിചാരിച്ച് ഈ നാവിന് അഥറുള്ള, നാവിന് ശക്തിയുള്ള, ഈ ഉപദ്രവം ചെയ്യാൻ കഴിയുന്ന മനുഷ്യനെയും പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ നടക്കുകയാണ്. എപ്പോഴാണ് നിന്റെ നാട്ടുകാർ വരിക? അവര് കച്ചവട സംഘം ഇപ്പൊ നാളെ എത്തും എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഇവരെ കണ്ടിട്ട് എന്തെങ്കിലും പറയാനാണ് ഈ കൊണ്ടുപോകണത് ഇയാൾ. ശരി, നാളെ നേരം വിളിച്ചു, എന്നാ വരി, നമുക്ക് അവിടെ പോയിരിക്കാം. കച്ചവട സംഘം അവിടെ നിന്ന് വരുമ്പോ എന്ത് ചെയ്യും, ഞങ്ങൾ പറഞ്ഞാൽ മതി. അവരൊന്ന് എന്ത് ചെയ്യണം, കച്ചവടം പൊളിയണം, അത്രേ എൻ്റെ ആഗ്രഹമുള്ളൂ. ആയിക്കോട്ടെ, അങ്ങനെ ഇരിക്കാം. അപ്പൊ ഇങ്ങനെ കച്ചവട സംഘം വരുന്നുണ്ടോ ഇല്ലേന്ന് ഇങ്ങനെ നോക്കണല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഇയാള് പറഞ്ഞു, കൂട്ടിക്കൊണ്ടയാള് കണ്ണേറുള്ള മനുഷ്യനോട് പറയാം, അതാ വന്നു, അതാ വരുന്നു, അവരെന്നെയാണ് എൻ്റെ ആൾക്കാർ. എവിടെ? അതാ. നിന്റെ കണ്ണിന്റെ ഒരു കാഴ്ചയെ ആ സെക്കൻഡിൽ ഇവൻ അന്ധനായി. കണ്ണിന്റെ കാഴ്ച അങ്ങ് പൊട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കണ്ണാണല്ലോ നിന്റെ കണ്ണ്, ഞാൻ കണ്ടിട്ടില്ല, ഈ അത് കണ്ടല്ലോ. ഉലമാ അത് കൊണ്ടുവരാൻ കാരണം, ഒരു മനുഷ്യൻ അങ്ങോട്ട് ഉപദ്രവം ചെയ്യാൻ പോയാൽ ഉപദ്രവം തിരിച്ചു കിട്ടുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. അദീ ഇബ്നു ഹാശിം എന്നവർ ദൂരെ നോക്കി നിൽക്കുകയാണ്. എന്റെ പെങ്ങൾ വരുന്നുണ്ടെന്നറിയാം. പെങ്ങൾ എപ്പോഴാ വരുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പെങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്റെ പെങ്ങളൊന്ന് കാണണല്ലോ. അങ്ങനെ പെങ്ങൾ ഇങ്ങനെ വരാൻ നിൽക്കുകയാണ്. കുറേ ദൂരെന്ന കച്ചവട സംഘം വന്നു. കുൻ ബിൻതൽ ഹാത്തിം, അത് വരുന്നത് ഹാത്തിമിന്റെ മോളാവട്ടെ എന്ന് പറഞ്ഞ എന്റെ പെങ്ങളാവട്ടെ. അദീ ഇബ്ൻ ഹാത്തിം, ഹാത്തിമിന്റെ മകൻ അദീ, അതാണ് അദീ ഇബ്ൻ ഹാത്തിം. ഹാത്തിമിന്റെ മകളാണ് ഈ പെങ്ങൾ. കുൻ ഇബ്നത്തൽ ഹാത്തിം, നിങ്ങൾ എന്ത് ചെയ്യണം, ഹാത്തിമിന്റെ മോളാവട്ടെ പറയാണ്. അത് എന്റെ പെങ്ങൾ തന്നെ ആയിരിക്കും. അങ്ങനെ അരികത്തേക്ക് വന്ന് നോക്കുമ്പോ, ഉഖ്തി, എന്റെ സഹോദരിയാണ്. എന്നെ കണ്ടപ്പോഴേക്കും അൽ ഖാതിഉൽ ളാലിം, അക്രമിയായ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവനെ, എന്റെ ആങ്ങളെ എന്ന് ദേഷ്യത്തോടുകൂടെ ഈ പെണ്ണിങ്ങനെ ചീത്ത പറയാണ്. ഇഹ്തമൽത അഹ്ലക വവലദക, നിങ്ങളെ മക്കളെയും കുട്ടികളൊക്കെ എടുത്ത് കൊണ്ടുപോയല്ലേ. വതറക്ത ബഖിയത വാലിദിക ഔറതക, നിന്റെ സ്വന്തം പെങ്ങളായി എന്നെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ ആങ്ങളെ അങ്ങ് ചീത്ത പറഞ്ഞപ്പോ, പൊന്നാര പെങ്ങളെ, അയ്യുഹയ്യ, എന്റെ സഹോദരിയായ പെണ്ണെ, ലാ തഖൂലി ഇല്ലാ ഖൈറ, ചീത്ത പറയല്ലേ പെണ്ണെ, ഒന്ന് നല്ലത് പറ. നിന്നെ കാണാൻ കൊതിച്ചിരിക്കായിരുന്നു, എന്തു പറ്റി, എന്താണ് നിന്റെ വിവരം എന്നൊക്കെ പറഞ്ഞപ്പോ ആ പെണ്ണ് അവസാനം അങ്ങോട്ട് ക്ഷമിച്ചു. അങ്ങനെ ഒട്ടകപ്പുറത്തുനിന്നൊക്കെ ഇറങ്ങിയിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിച്ചു, ആ നബി എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ആ പ്രവാചകൻ? മാദാ തറൈന ഫീ, ആ നബിയെ സംബന്ധിച്ച് എന്ത് പറയുന്നു? അറാ അൻ തൽഹഖ ബിഹി സരീഅ, സഹോദര വേഗം പോയിക്കോളൂ, ആ നബിനെ പോയി കണ്ടോളൂ. ഇയകുൻ നബിയൻ ഫലിസ്സാബിഖി ഇലൈഹി ഫദ്ലു, ആ നബി തങ്ങൾ ഒരു പ്രവാചകനാണെങ്കിൽ പ്രവാചകന്റെ ആദ്യം ഹബീബിന്റെ അരികത്തേക്ക് ചെല്ലുന്ന ആളുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്. ആദ്യം ചെല്ലുന്നവർക്ക് ശ്രേഷ്ഠത ഉണ്ടല്ലോ, ആദ്യം ഒരു കാര്യം ചെയ്യുന്നവർക്ക് ശ്രേഷ്ഠത ഉണ്ട്. ഇനി നബിയല്ല, ആ പ്രവാചകൻ ഒരു രാജാവോ അധികാരിയോ ആണെന്ന് വിചാരിക്കുക,
എങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ അപമാനിതനാവുകയില്ല. അതുകൊണ്ട് സഹോദര, ആ നബിയെ പോയി കണ്ടോളൂ. നബി തങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആദ്യം ചെന്നോളൂ അദിയെ, അത് ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാ നടക്കുമ്പോ ലോകത്തോട് യാത്ര പറഞ്ഞ ഹബീബിന്റെ യാത്രയുടെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം നടക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ. ഈ സ്ഥലത്ത് വെച്ച് ഈ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ സ്വഹാബികളെ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കണമേ. അങ്ങനെ നബി തങ്ങൾ സംസാരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സ്വഹാബികളവിടെ വന്നതെന്നറിയോ? 1,23,000 സ്വഹാബിമാർ അന്നത്തെ ഹജ്ജിന് വന്നത്. ഒരൊറ്റ ഹജ്ജേ തങ്ങൾ ചെയ്തുള്ളൂ. തങ്ങൾ ഹജ്ജിന് വന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കൂടി 1,23,000 ആളുകൾ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയൊരു സംഘമാണ് ഹബീബിന്റെ കൂടെ ആ ചെയ്ത ഹജ്ജ്. യാ അല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ർസുഖ്നാ ഉംറതൻ ഫീ റമളാൻ തഅദിലു ഹജ്ജതൻ മഅ ഹബീബിക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ ഒരു ഉംറ ചെയ്താൽ ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പുണ്യം കിട്ടുന്നതാണ്. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ പറഞ്ഞപ്പോ ഒരാൾ തമാശക്ക് വിദ്യാർത്ഥികളോട് ചോദിച്ചു, റമളാനിൽ ഒരു ഉംറ ചെയ്താൽ നബിന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ കൂലിയല്ലേ? അപ്പൊ റമളാനിൽ ഒരു ഹജ്ജ് ചെയ്താൽ എത്ര ഉണ്ടാവുമെന്ന്. അപ്പോ അങ്ങനെ പറയില്ലല്ലോ, ഹിജ്ജയിലല്ലേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1,23,000 ആളുകളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനിടയിൽ ഹജ്ജത്തുൽ വിദാഇന്റെ ഒരു അത്ഭുതം നോക്കണം. നബി തങ്ങൾ ചെയ്തത് ഓരോന്നും കണിശമായി സ്വഹാബിമാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നബി തങ്ങൾ 5-6 പേരെ നബി തങ്ങൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയതാ. സുബൈർ റളിയല്ലാഹു അൻഹുവിനെ, ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ, പിന്നെ അലി തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, ഉമർ തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ 6 പേരെ ആ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നബി തങ്ങൾ ഇങ്ങനെ കണ്ണുവെട്ടി ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിയെന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും പറഞ്ഞില്ല തങ്ങള്. തങ്ങളിങ്ങനെ ആൾക്കൂട്ടത്തിൽ ചില ആളുകൾ എങ്ങനെ എടുത്തു നോക്കൂലേ, തങ്ങളിങ്ങനെ നോക്കിയെന്ന. എന്തേ കാരണം എന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ കൂടെ ആദ്യം വന്നവരല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങൾ, അലി തങ്ങൾ, സുബൈർ എന്നവർ, ത്വൽഹ എന്നവര്, ഇവരൊക്കെ എന്റെ കൂടെ ആദ്യം നിന്ന ആളുകളല്ലേ. ഇവരോടൊക്കെ ഞാൻ യാത്ര പറയാൻ പോവാണ്. ഒരു സംഘത്തിന്റെ തുടക്കത്തിലുള്ള ആളുകൾ എന്നും ശ്രദ്ധിക്കപ്പെടും, എന്നും ഓർക്കപ്പെടും. പിന്നെ ഒരു സംഗതി വലുതായി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വരും. അങ്ങനെയല്ല, ഒരു സംഗതി തുടങ്ങി വെക്കുന്ന ആദ്യക്കാർ, ഹബീബിന്റെ കൂടെ ആദ്യം ചെന്നവർക്ക് കിട്ടിയ വലിയൊരു മഹത്വമത. തങ്ങൾ അവരെങ്ങനെ നോക്കി തിരിച്ചു കുറച്ചും ഇങ്ങനെ നോക്കി തങ്ങൾ സ്വല്ലല്ലാഹു. എന്തൊക്കെയോ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നോട്ടം തങ്ങളുടെ കണ്ണു പോകുന്നത് 5-6 പേരിലേക്ക് മാത്രമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം കൂടെ നിന്ന ആളുകളെ നബി തങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അത് ഹബീബിന്റെ ശൈലിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ ആദ്യം കൈപിടിച്ചു കൊണ്ടുവന്ന ആളുകൾ, ഒരു ജോലിയാക്കി തന്ന ആൾ, ഒരു വിഷയത്തിൽ ആദ്യം ഒന്ന് സഹായിച്ച ആൾ, പിന്നെ നിങ്ങൾ വലിയ മുതലാളിയായിട്ടുണ്ടാവും. പക്ഷെ ആദ്യം സഹായിച്ചവരെ നമ്മൾ മറക്കാൻ പാടില്ല. ആദ്യം സഹായിച്ചവരെ, ആദ്യകാലത്ത് കൈപിടിച്ചു തന്നവർ മറന്നുപോവല്ലേ. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. മനുഷ്യർക്ക് നന്ദി ചെയ്യാത്തവർ അല്ലാഹുവിന് നന്ദി ചെയ്യൂല. അത് ചേർത്ത് വായിക്കുക. അല്ലാഹു നമുക്ക് ശുക്ർ ചെയ്യാൻ തൗഫീക്ക് തരട്ടെ. പെങ്ങൾ പറഞ്ഞു, അദിയേ ഇൽഹഖ് ബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് പോ. അദിയേ ഇയകുൻ നബിയൻ ഫലിസ്സാബിഖ് ഇലൈഹി ഫദ്ലു. അതൊരു നബിയാണെങ്കിൽ ആ നബിയെ ചെന്ന് ആദ്യം കാണുന്നവർക്ക് ശ്രേഷ്ഠതയുണ്ടല്ലോ. ഇനി നബിയല്ല എന്ന് വിചാരിക്കുക, ഒരു രാജാവോ അധികാരിയോ ആണെന്ന് വിചാരിക്കുക. നിങ്ങളെ ഒരിക്കലും അപമാനിക്കുന്ന സ്വഭാവം അല്ലാഹുവിന്റെ റസൂലിനില്ല. അദിയേ, ഒന്ന് പോയേക്കണം. മനസ്സിങ്ങനെ മാറാൻ തുടങ്ങി. മുത്ത് നബിയോട് എന്റെ മനസ്സിലുള്ള ദേഷ്യം പോലെ മറ്റാരോടും എന്റെ മനസ്സിൽ ദേഷ്യമില്ലായിരുന്നു. അപ്പോഴാണ് ഒന്ന് ചെന്നാലോ ഒന്ന് കേട്ടാലോ എന്ന് തോന്നിയത്. ഒന്ന് കണ്ടു നോക്കാം, ഒന്ന് കേട്ടു നോക്കാം, എന്താന്ന് പറഞ്ഞു പോയി നോക്കാം. ആ നബി എങ്ങാനും പറയുന്നത് നുണയാണെങ്കിൽ, ഇൻ കാന കാദിബൻ ലം യഖ്ഫ അലയ്യ, നുണ പറയുകയാണെങ്കിൽ നുണ കണ്ടുപിടിക്കാൻ ഞാൻ അഗ്രഗണ്യനാണ്, എനിക്കത് മനസ്സിലാവും. നുണയല്ലെങ്കിലോ സത്യമാണെങ്കിലോ ഒന്ന് ചെന്ന് കേട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഷാമിൽ നിന്ന് ഒട്ടകപ്പുറത്ത് യാത്ര തിരിക്കുന്നു അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. പരിശുദ്ധമായ പള്ളിയിലാണ് നബി തങ്ങൾ ഇരിക്കുന്നത്, മസ്ജിദുൻ നബവിയിൽ. ഹബീബായ തങ്ങളെ ചെന്ന് കണ്ടിട്ട് ചോദിച്ചു, തങ്ങൾ മൻ, ആരാണ്? അദി ഇബ്നു ഹാതിം, ഹാതിമിന്റെ മകൻ അദിയാ നബിയേ.
അൽഫാർ. അന്ന് ഓടി രക്ഷപ്പെട്ട ആളല്ലേ? അതേ നബിയെ, എന്റെ കൈ പിടിച്ചു. എന്നിട്ട് നബി തങ്ങൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലൊരു ഉസ്താദോ ഖതീബോ, നമ്മുടെ വല്ലപ്പോഴും ഉസ്താദോ, നാട്ടിൽ മുസ്ലിം അല്ലാത്തൊരു ചെറുപ്പക്കാരനെ കൈപിടിച്ച് ചോറ് വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയ എന്താണ് നാട്ടുകാർ പറയാ? നമ്മളെങ്ങനെ അത് വീക്ഷിക്കുക? അത് നല്ല കാര്യമാണെന്ന് പറയോ? മോശമാണെന്ന് ഉസ്താദിനെ വേറെ ആരും കിട്ടിയില്ല ഈ നാട്ടിൽ, ഞങ്ങൾ 1-ാം നമ്പർ മുഅ്മിനീങ്ങളിവിടെ ഉണ്ടാവുമ്പോൾ എന്നൊക്കെ ചിന്തിക്കുക. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ രീതി അതാണ്, ഇടപെടലാണ്. നമ്മൾ പറയും മുദരിസ് ഉസ്താദിന്റെ അരവാതിൽ അടഞ്ഞു കിടക്കണം, അരവാതിലെ തുറന്നേക്കാൻ പാടുള്ളൂ, എനിക്കാണ് നമ്മുടെ പഴയ സിസ്റ്റം. ഇപ്പം അത് പലയിടത്തും നടക്കൂല. അങ്ങനെ തന്നെ അതിൻ്റെ ഒരു വഖാറും ഹൈബത്തൊക്കെ നല്ലത് അങ്ങനെയാ. പക്ഷേ ആളുകളുമായി ഇടപഴകണം അല്ലേ? ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവർക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ തോളിൽ പിടിച്ചവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അതൊക്കെ പോലെ. ഇന്ന് അങ്ങനെയാ. വലിയ ഹൈറ്റ് വെയിറ്റ് ഒക്കെ ആയിട്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് ആൾക്കാരാവോ, അങ്ങനെയാണെങ്കിൽ പോയിക്കോട്ടെ, നമുക്കാവില്ല എന്നാ പറയാ. എന്ത് ചെയ്യുക? കൂടെ ഇരുന്നിട്ട് കൂടെ കൂട്ടുകാരെ പോലെ ഇറങ്ങി നടന്ന് പറഞ്ഞു കൊടുക്കുന്നവരാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കൈ പിടിച്ച് കൊണ്ടുപോയി വീട്ടിലേക്ക്. ഞാൻ മുസ്ലിം അല്ലായിരുന്നു അന്ന്. നബിയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോവുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോ ഇത് ലഖിയതുഹു ഇംറഅത്തുൻ ദഈഫത്തുൻ കബീറ, വളരെ പ്രായമുള്ള ക്ഷീണിച്ച ഒരു ഉമ്മയെ കണ്ടു. ആ ഉമ്മയുടെ കൂടെ ഒരു മോനുണ്ട്. ഹബീബായ നബിയോട് വഴിയിൽ നിന്ന് എന്തൊക്കെയോ പെണ്ണ് ചോദിച്ചു. എന്റെ കൈ പിടിച്ച് നബി തങ്ങൾ നിൽക്കുന്നു. ആ സ്ത്രീയോട്, പ്രായമായ ഉമ്മയോട് ഒരുപാട് നേരം അല്ലാഹുവിന്റെ റസൂൽ അവരുടെ വിഷമങ്ങൾ കേട്ടുനിന്നു. അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, വല്ലാഹി മാ ഹാദാ ബിമലിക്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇതൊരു രാജാവല്ല. രാജാവ് ഇങ്ങനെ പെരുമാറാറില്ലല്ലോ നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർ. ഇത് രാജാവല്ല, എന്തോ ഒരു വിനയമാണിത്. എനിക്കറിയാം രാജാക്കന്മാരെ. ഇങ്ങനെ വഴിയിൽ കണ്ടൊരു പാവം പെണ്ണിന്റെ പരാതിയും വിഷമങ്ങളുമൊക്കെ ആ പെണ്ണിന് തീർത്തു കൊടുക്കാൻ ഒരുപാട് നേരം നിൽക്കുന്ന ഈ മഹാൻ ഒരിക്കലും ഒരു രാജാവല്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നബിയുടെ വീട്ടിലേക്ക് ചെന്നു. ഹബീബിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക്. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു. യാതൊരു പെർമിഷനും ഇല്ലാതെ കയറിപ്പോണ്ട് ഓരോരുത്തർ. അപ്പോൾ സലാം പറഞ്ഞ് 3 വട്ടം സമ്മതം ചോദിച്ചിട്ട് പെരി കയറാവുന്ന പോയി. ഇനിയിപ്പോൾ ഉപ്പര് പുറത്ത് തരട്ടെ. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഉപ്പരെ കുപ്പായം കഴിച്ചാൻ പറ്റില്ല അവിടെ. അങ്ങനെ ദഖല ബൈത, അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وتناول وسادة من أدم جلد محشوة ليفا, ഒരു തോലിന്റെ ഒരു തൊലി കൊണ്ടുണ്ടാക്കിയ ഒരു എന്താ വിസാദ, ഒരു പില്ലോ, നമ്മൾ തലയണ, ഒരു തലയണ കിട്ടി. അതിന്റെ ഉള്ളിൽ ഈത്തപ്പനയുടെ ഇലകളാണ്. സ്പോഞ്ചല്ല, ചകിരിയല്ല, പിന്നെ എന്താ, ഈത്തപ്പനയുടെ ഓലയാണ്. എന്തായിരിക്കും ഇതിന്റെ സോഫ്റ്റ് എന്ന് ആലോചിച്ച് നോക്കി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശൂവത്തൻ ലീഫാ. ഞാൻ ആ വീട്ടിൽ കയറിയിരുന്നു. ഇജ്ലിസ്, എന്നോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഹബീബിന്റെ മുമ്പിലിരുന്നു. ഫമാ റഅയ്തു ഫീ ബൈതിഹി ശൈഅൻ യറുദ്ദുൽ ബസറ, കണ്ണെത്തി നോക്കാൻ പറ്റുന്ന ഒരു സാധനവും ആ വീട്ടിലില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഷോക്കേസും ഇല്ല. കാണാൻ പറ്റിക്കൊള്ളാവുന്ന ഒരു സാധനം അവിടെ ഇല്ല. ഞാനങ്ങ് നോക്കുന്നു, ഒന്നും കാണുന്നില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, വല്ലാഹി മാ ഹാദാ ബിബൈതി മലിക്കിൻ, ഇതൊരു രാജാവിന്റെ കൊട്ടാരമല്ലല്ലോ. അങ്ങനെയാണോ കൊട്ടാരം ഉണ്ടാവുക? എന്തോ ഒരു സിമ്പിളായ വീടാണിത്. വമാ അംറുഹു ബിഅംരി മലിക്കിൻ. പോന്നോ? പോന്നു. മുപ്പരായിട്ട് പുറത്ത് വന്നല്ല, നീ കുഴപ്പമില്ല. അപ്പോ മഹാനായ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയാണ്, വമാ അംറുഹു ബിഅംരി മലിക്കിൻ, ഇതൊരു രാജാവിന്റെ വീടല്ലെന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ നോക്കി നിൽക്കാൻ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അംറുഹു ബിഅംരി മലിക്കിൻ, ഇത് രാജാവല്ല. അങ്ങനെ എന്റെ മുഖത്തേക്ക് നബി തങ്ങൾ നോക്കി.
അദിയേ അസ്ലിം തസ്ലം, നീ മുസ്ലിമായിക്കോ അദിയേ, നീ രക്ഷപ്പെടും. സുബ്ഹാനല്ലാഹ്. അങ്ങനൊരു വാക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? വെറുതെ പറയാം. ചിലപ്പോൾ സ്വീകരിച്ച്, ചിലപ്പോൾ ഒരാൾ വിളിച്ചാൽ പോരാന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ഒരാളിനെ വിളിച്ചിട്ടില്ലല്ലോ ഇസ്ലാമിലേക്ക്. അസ്ലിം തസ്ലം, അതിയേ മുസ്ലിമായിക്കോളൂ, തസ്ലം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് 2 തവണ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു, നബിയേ എനിക്കൊരു മതമുണ്ട്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളർത്തിയൊരു മതം എൻ്റെ കൂടെയുണ്ട് നബിയേ. തങ്ങൾ പറഞ്ഞു, അന അഅലമു ബിദീനിക മിൻക, നിന്റെ മതം ഏതാണെന്ന് നിന്നെക്കാൾ എനിക്കറിയാം അദിയേ. അലസ്ത റസൂസിയൻ, നീ റസൂസി മതക്കാരനല്ലയോ അദിയേ? ഓ, അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു നബിയേ? ശരിയാണ്, ഞാൻ റസൂസിയാണ്. ബല അലസ്തർ അസു ഖൗമക, നിങ്ങൾ ആ ഖൗമിന്റെ മുഴുവൻ നേതാവായി ജീവിച്ച ആളല്ലേ? ബല, അതേ നബിയേ. യുദ്ധം മുതൽ കിട്ടുമ്പോൾ അതിലെ 4-1 ഓഹരി വെക്കും മുമ്പേ കൈപ്പറ്റുന്ന ആളല്ലേ നിങ്ങൾ? ബലാ, അതേ നബിയേ. ഫഇന്ന ദാലിക് ലാ യഹില്ലു ലക ഫീ ദീനിക്, നിന്റെ മതമായ റസൂസി മതത്തിൽ അത് നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലല്ലോ. ജനങ്ങൾ മുഴുവനും ഓഹരി വെച്ചെടുക്കും മുമ്പ് നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് മിർബാ യുദ്ധം മുതലിന്റെ വാർബുച്ചിയുടെ 1/4 അതിന്റെ 4-1 നിങ്ങൾ എങ്ങനെ എടുക്കുന്നു? അത് നിങ്ങളുടെ ദീനിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതുകൂടെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നബിയേ എന്നാൽ ഞാൻ അത് എടുക്കുകയില്ല. എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം തോന്നി. നബിയുൻ മുർസലുൻ യഅലമു മാ യജ്ഹൽ, ആളുകൾക്കറിയാത്തതെല്ലാം അറിയാൻ കഴിയുന്ന നബിയാണല്ലോ ഇത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തനിക്ക് തന്റെ മതത്തെ അറിയുന്നതിലേറെ അള്ളാന്റെ റസൂലിന് അദി ഇബ്നു ഹാതിമിന്റെ മതം അറിയാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ അദി ഇബ്നു ഹാതിമിന്റെ മനസ്സ് തുറക്കുകയാണ്. യാ അദിയു അദിയേ ലഅല്ലക, നിനക്ക് തോന്നുന്നുണ്ടാകുമല്ലേ ഞാൻ എങ്ങനെയാണ് മുസ്ലിമാവുക എന്ന്. മാ തറാ മിൻ ഹാജതി അഹ്ലി, മുസ്ലിമീങ്ങളായ ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് കണ്ടുകൊണ്ടല്ലേ അതിയെ നിനക്ക് മുസ്ലിമാവാൻ മടി തോന്നുന്നത്? നബി ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദി ഇബ്നു ഹാതിം എന്നവർക്ക് അങ്ങനെ തോന്നലുണ്ടായത്, ഇവരൊക്കെ പച്ച പാവങ്ങളല്ലേ, ഒരൊറ്റ മുതലാളിയും കാണുന്നില്ല, മുതലാളിമാരൊക്കെ അപ്പുറത്തല്ലേ എന്നിങ്ങനെ, ഇതിപ്പോ ശരിയാണോ എന്നിങ്ങനെ മനസ്സിലൊരു വസ്വാസ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലഅല്ലക ഇന്നമാ യംനഉക മിനദ്ദുഖൂലി ഫീ ഹാദദ്ദീൻ മാ തറാ മിൻ ഹാജതി അഹ്ലി, മുസ്ലിമീങ്ങൾ പാവപ്പെട്ടവരാണെന്ന് കണ്ടതുകൊണ്ടാണോ അതിയെ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ മടി തോന്നുന്നത്? പൈസക്കാരില്ല എന്ന് വിചാരിച്ചിട്ടാണോ? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ ത്വാലത് ബിക ഹയാ, നിനക്ക് ആയുസ്സുണ്ടെങ്കിൽ അതിയെ നിനക്ക് കാണാൻ കഴിയും. ലയൂഷികന്ന അയഫീദൽ മാൽ, സമ്പത്ത് ഒഴുകാൻ തുടങ്ങും അതിയെ, സമ്പത്ത് ഒഴുകാൻ തുടങ്ങും. ആളുകൾ കൈകളിൽ കൈ നിറയെ സ്വർണം, കൈ നിറയെ വെള്ളികൾ. ഫലാ യജിദു അഹദൻ യഖുദുഹു, അത് വാങ്ങിക്കാൻ ഒരു പാവപ്പെട്ടവനെ കിട്ടാതെ മുസ്ലിം ലോകം മുഴുവൻ ആളുകളുടെ കയ്യിലും അല്ലാഹു പണം നൽകുന്ന നിഅമത്ത് കൊടുക്കുന്ന ഒരു കാലം അതിയെ ആയുസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇപ്പൊ കയ്യിൽ പൈസ ഇല്ലെന്ന് വിചാരിച്ച് ഞങ്ങളോടൊപ്പം കൂടാതിരിക്കേണ്ട, അല്ലാഹു നിഅമത്തിനെ തുറന്നു വെക്കാൻ പോകുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോഴേക്കും നബി തങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നു, ലഅല്ല, അതിയെ തോന്നുന്നുണ്ടോ ഇസ്ലാമിലേക്ക് വരാൻ നിങ്ങൾക്ക് മടി തോന്നാൻ കാരണം? മാ തറാ മിൻ കസറതി അദുവിഹിം വഖില്ലതി അദദിഹിം, ശത്രുക്കൾ ഒരുപാട് കൂടുതലാണല്ലോ മുസ്ലിമീങ്ങൾക്ക്, ഒരുപാട് കൂടുതൽ. ഇന്ന് അങ്ങനെയാണല്ലോ, വല്ലാത്തൊരു അത്ഭുതമല്ലേ മുസ്ലിമാണെന്ന് പറയാൻ. ഷാറുഖ് ഖാനെ വരെ പിടിച്ചതില്ലേ അമേരിക്കൻ എയർപോർട്ടിൽ എത്ര തവണ പിടിച്ചപ്പോ മുസ്ലിം എന്ന പേര് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാർ, എന്നിട്ടും കൂടി ഖാൻ എന്ന് പേരുണ്ടോ എന്നാ കുടുങ്ങി അല്ലേ? ദീൻ എന്നുണ്ടോ, മുഹമ്മദ് എന്നുണ്ടോ, അഹമ്മദ് എന്ന് പേരുണ്ടോ, അബ്ദുള്ളയാണോ, കുടുങ്ങി. അവിടെ എമിഗ്രേഷൻ ചെക്കിങ് ഒരുപാടാണ്, ഒരുപാട്. എന്തൊരു ബുദ്ധിമുട്ടാക്കലാണ്. ഇപ്പൊ നമ്മൾ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കോ ഫലസ്തീനിലേക്കോ കടക്കുമ്പോൾ ഇസ്രായേലുകാരുണ്ടാക്കുന്ന ബോർഡറാണ് അവിടുത്തെ ബോർഡർ. അതുപോലെ ജോർഡാനിൽ നിന്ന് ഇസ്രായേലിലേക്ക്, ഇസ്രായേൽ ബോർഡർ കിടക്കണം ജൂതന്മാരുടെ. 10 ആളുടെ ഒരു സംഘം പോയാൽ അതിൽ ഒരാളൊരു പിടിച്ചു വെക്കും 5 മണിക്കൂർ. 100 ആളുടെ ഒരു സംഘം പോയാൽ അതിൽ
10 പോയാൽ ഒരാളെ പിടിച്ചു വെക്കും, 100 ആള് പോയാൽ അതിൽ 10 ആളെ 50 ആള് പോയാൽ ഒരു 5-8 ആളെ പിടിച്ചു വെക്കും. എന്തിനെന്നറിയോ? വെരിഫൈ ചെയ്യാൻ. അതിൽ കുറെ ഉമ്മമാരെ പിടിച്ചു വെച്ചു, കുറെ സഹോദരിമാരെ, പേരില് സൈനബ്. അപ്പൊ അങ്ങനത്തെ ഒരു തീവ്രവാദി പെണ്ണുണ്ടേക്കോ അവരെ ലിസ്റ്റില്, അബൂബക്കർ. അപ്പൊ ഒരു ലിസ്റ്റ് ഇവർക്ക് വരികയാണ്, തീവ്രവാദികളുടെ പേരിൽ മുസ്ലിം പേരുകളുണ്ട്. അങ്ങനെ പിടിച്ചു 5-6 മണിക്കൂറൊക്കെ. സുബ്ഹാനല്ലാഹ്. സയ്യിദന്മാർ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സയ്യിദിനോട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ സുബ്ഹാൻ, എന്തേ തങ്ങളെ ചോദിച്ചു. ഒരു പിടിച്ചു വെച്ചിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഇവർ വിട്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. ഒരു ബസ്സിന് പോകേണ്ട ആൾക്കാർ അതിൽ 5 ആളെ പിടിച്ചു വെച്ചാൽ പിന്നെ ഈ 5 ആൾ വരാതെ എങ്ങനെയാ പോവുക? അന്യ നാട്ടിലല്ലേ. അപ്പൊ ഇരിക്കന്നെ അവസാനം 5-6 മണിക്കൂർ കഴിഞ്ഞാൽ വിട്ടുകൊടുക്കും, ഇനി പോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ പിന്നിനി കുറച്ചു കാലം കഴിഞ്ഞാലേ മുസ്ലിമാണെന്ന് പറയാൻ മടി വരുന്നൊരു കാലം വരും. അത് നമുക്കൊരു നാണം തോന്നുന്ന അവസ്ഥ വരുമെന്നാണ്. അന്നൊക്കെ ചങ്കൂറ്റത്തോടെ ഞാനൊരു മുസ്ലിമാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അതൊക്കെ പച്ചയിൽ നാവ് കൊണ്ട് തന്നെ പറഞ്ഞ് ഇസ്സത്ത് തെളിയിക്കേണ്ട കാലം വരാൻ പോവുകയാണ്. അല്ലാഹു ഈ ഉമ്മത്തിനെ ഇസ്സത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചോദിക്കുന്ന നബി തങ്ങൾ, അദിയേ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ കൂടുതലാണെന്നും ഇവരുടെ എണ്ണം കുറവാണെന്നും തോന്നുന്നുണ്ടോ? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അദിയേ, ലഇൻ ത്വാലത് ബികൽ ഹയാ, നിനക്ക് ആയുസ്സുണ്ടെങ്കിൽ നീ കാണും. അദിയേ, തറൽ ദഈന തർതഹിലു മിനൽ ഹീറ, ഹീറയിൽ നിന്ന്, റഷ്യയുടെ ഭാഗങ്ങൾ, ബോർഡറുകളിൽ നിന്ന് ഇങ്ങ് അറേബ്യയിലേക്ക് കഅബാലയത്തിലേക്ക് മുസ്ലിമത്തായ ഒരു പെണ്ണ് ഒറ്റക്ക് ഹിജാബ് ധരിച്ച്, നിഖാബ് ധരിച്ച്, ഒരാണിനെ പേടിക്കാതെ, ഒരു കൊള്ളക്കാരനെ പേടിക്കാതെ, ഒരു പെണ്ണാണെന്നറിഞ്ഞാൽ അവളിലേക്ക് ദുഷ്ടലാക്കോടുകൂടെ ഒന്നെത്തി നോക്കാൻ പോലും ധൈര്യപ്പെടാതെ ഒരു പെണ്ണിന് ഒറ്റക്ക് നടക്കാൻ പറ്റുന്ന കാലം അതിയേ വരാനുണ്ട്. നീ നോക്കി വെച്ചോ. അതി എന്നവർ മനസ്സിൽ ഇങ്ങനെ പറയാ, എത്ര കൊള്ളക്കാരുണ്ട്. എന്നിട്ടാ പറയേണ്ടത് നബിതങ്ങൾ. അദ്ദേഹം ഇങ്ങനെ പറയാണ്, എത്ര അധികം ആളുകളുണ്ട്, വ്യഭിചാരികളുണ്ട്, കൊള്ളക്കാരുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയാൻ എന്റെ മനസ്സിൽ ഞാനിങ്ങനെ. അപ്പോഴാണ് നബിതങ്ങൾ പറയുന്നത്, അതിയേ, ഒരു കാര്യം കൂടെ പറയട്ടെ. നിനക്ക് ഇസ്ലാമിലേക്ക് വരാൻ മടി തോന്നുന്നുണ്ടല്ലേ? കാരണം മറ്റൊന്നുമായിരിക്കില്ല. അധികാരം മുസ്ലിമീങ്ങളുടെ കയ്യിലല്ലല്ലോ. അധികാരം റോമൻസിന്റെ കയ്യിൽ, യൂറോപ്യന്മാർ. അധികാരം കിസ്രയുടെ കയ്യിൽ, പേർഷ്യൻസ്. അധികാരം ഹബശക്കാരുടെ കയ്യിൽ, എത്യോപ്യൻസിന്റെ കയ്യിൽ. മുസ്ലിമീങ്ങൾക്ക് അധികാരമില്ലല്ലോ. അതുകൊണ്ട് ഞാനില്ല. അതിയേ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇതൊരു ചെറു സംഘമാണെന്നും ഇവർക്ക് എന്താണ് ലോകത്ത് അധികാരമെന്നും തോന്നുന്നുണ്ടാകാം. അതിയേ, നിങ്ങൾക്ക് കേൾക്കണോ? അതിയേ, നിങ്ങൾക്ക് ആയുസ്സുണ്ടെങ്കിൽ, വല്ലാഹി വഅയ്മുല്ലാഹ് ഇൻ ത്വാലത് ബികൽ ഹയാ, ആയുസ്സുണ്ടെങ്കിൽ അതിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലതറഇന്ന ഖുസൂറ ബാബിലൽ ബീദ്, ബാബിലോണിയയിലെ വെളുത്ത കൊട്ടാരങ്ങൾ, വഖുനൂസ കിസ്റായുടെ നിധികളും അവരുടെ കെൻസുകളും അവരുടെ നിധികളുമെല്ലാം ഖദ് ഫുതിഹത്, മുസ്ലിമീങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് ചോദിക്കുക, ഏത് കിസ്റ നബിയെ? ഹുർമുസിന്റെ മകൻ കിസ്റയോ? ഇറാനി ഭരണാധികാരി ഹുർമുസിന്റെ മകൻ കിസ്റബിന് ഹുർമുസ്. ഹുർമുസിന്റെ മകൻ കിസ്റയോ നബിയെ? കിസ്റബിന് ഹുർമുസ്. ഞാൻ അവനെ തന്നെയാ ഉദ്ദേശിച്ചത്. മദീനയിലേക്ക് ഓടി രക്ഷപ്പെട്ടു വന്നൊരു കൂട്ടര് പറയാ, ഹുർമുസിന്റെ മകൻ കിസ്റയൊക്കെ ഇവരുടെ കയ്യിൽ വരും. ഞാനിങ്ങനെ നിന്നിട്ട് പറയാണ്, റബ്ബേ, ഇങ്ങനൊരു പറയാൻ ധൈര്യപ്പെടണമെങ്കിൽ ഇതൊരു നബിയുൻ മുകല്ലം, അള്ളാഹുവിനാൽ സംസാരം കേൾക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ സംസാരം അറിയുന്ന ഒരു നബിയായിരിക്കണം. എനിക്കെന്റെ സംശയം തീർന്നു. ദാരിദ്ര്യമാണോ? ഇസ്ലാം ദരിദ്രന്റെ കൂടെയുണ്ട്, ഇസ്ലാം സമ്പന്നന്റെ കൂടെയുണ്ട്. ഇസ്ലാം അധികാരമില്ലാത്തപ്പോഴുണ്ട്, ഇസ്ലാം അധികാരമുള്ളപ്പോഴുണ്ട്. സമ്പത്തുള്ളപ്പോഴുണ്ട്, സമ്പത്തില്ലാത്തപ്പോഴുണ്ട്. ഒറ്റക്ക് നടക്കുന്ന ഒരു പെണ്ണിന്റെ കൂടെ ഇസ്ലാമുണ്ട്, ആൾക്കൂട്ടത്തിൽ ജീവിക്കുന്നവരുടെ കൂടെ ഇസ്ലാമുണ്ട്. ഇസ്ലാം എല്ലായിടത്തുമുണ്ട്. അതിയേ, ഞങ്ങൾ ഒന്നിനും പോരാത്തവരാണെന്ന് തോന്നുന്നുണ്ടോ? അധികാരമില്ലെന്ന് തോന്നുന്നോ? കിസ്റബിന് ഹുർമുസിന്റെ കൊട്ടാരങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ വരും. ബാബിലോണിയയിലെ പാലസുകൾ ഇസ്ലാമിന്റെ മുമ്പിലേക്ക് വരും. ഞങ്ങൾക്ക് ശത്രുക്കളാണെന്ന് തോന്നുന്നുണ്ടോ? ഈ ശത്രുക്കളൊക്കെ തീർന്നിട്ട് അല്ലാഹീന
ഹീറയിൽ നിന്ന് ഒരു പെണ്ണ് ഒറ്റക്ക് കഅബാലയത്തിലേക്ക് നടന്നു വരുന്ന കാലം വരുന്നുണ്ട്. അതിയെ ഞങ്ങൾക്ക് പൈസ ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? കൈകളിൽ കാശെമ്പാടുമുണ്ടായിട്ട്. മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരു പ്രത്യേക ഉണർവ് കാണാൻ കഴിയും. കേരളത്തിൽ നമ്മൾ വ്യത്യസ്ത ജില്ലകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴേ മുസ്ലിമീങ്ങൾ മെജോറിറ്റി ഉള്ള അങ്ങാടി കണ്ട വേറെ തിരിയും. ഇത് നമ്മൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഉണങ്ങിയ കുറച്ച് പീടിയൊക്കെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാം ഇവിടെ നമ്മളെ കൗമൊക്കെ കുറവായിരിക്കും. വല്ലാണ്ട് വാങ്ങലും എടുത്തു കൊണ്ടുപോകലും വാങ്ങിക്കലും ഉപയോഗിക്കലൊക്കെ നമ്മൾ ആൾക്കാരാണല്ലോ. അതുകൊണ്ടായിരിക്കാം നമ്മളെ പ്രദേശങ്ങളൊക്കെ മുസ്ലിമീങ്ങൾ മെജോറിറ്റി ഉള്ള ഏരിയകളൊക്കെ വല്ലാത്തൊരു ഉണർവും വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ കാണുന്നുണ്ടോ. ഇവിടെ കൗമ് കൂടുതലും മുസ്ലിമീങ്ങളാണെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും ചിലയിടങ്ങളിലൊക്കെ. എല്ലായിടത്തും ഇതൊരു മുത്തരിതായ കാഴ്തൊന്നുമല്ല. പക്ഷെ എന്ത് ചെയ്യാൻ, മൊത്തത്തിൽ അങ്ങനെ തോന്നാറുണ്ട്. അല്ലാഹു നിഅമത്തും ബറക്കത്തും അതിന് ശുക്റും ചെയ്യാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. നബിയേ അങ്ങ് റസൂലാണെന്നും അല്ലാഹു ആണ് ആരാധനക്കർഹനെന്നും ഞാൻ പറയുന്നു നബിയേ. വഅയ്മുല്ലാഹ്, ഇനിയാണ് പറയേണ്ടത്. അദി ഇബ്നു ഹാതിം എന്നവരെ പറയാ അല്ലാഹനെ തന്നെയാണ് സത്യം. നബിതങ്ങൾ പറഞ്ഞ 3-ൽ 2 ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. 2 എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഹീറയിൽ നിന്ന്, ഇറാഖിന്റെ അങ്ങറ്റത്ത് നിന്ന്, തുർക്കിയിൽ നിന്ന്, റഷ്യയുടെ മാവറ അന്നഹറിൽ നിന്ന്, റഷ്യയുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ മുസ്ലിമച്ചുകളായ പെണ്ണുങ്ങൾ ഹജ്ജിന് വേണ്ടി വരുന്നത്, കച്ചവടക്കാരികളായ ആളുകൾ കടന്നു വരുന്നത്, ഒരാളെയും പേടിക്കാതെ യാത്ര ചെയ്യുന്ന കാലഘട്ടം ഞാൻ കണ്ടു. ഇതൊന്നും അറബ് ലോകത്ത് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. അത്രക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്തു. ഞാൻ കണ്ടു. പിന്നെ ഞാൻ കണ്ടു കിസ്റ ഇബ്നു ഹുർമുസിന്റെ കൊട്ടാരം കീഴടക്കാൻ പോകുന്ന സൈന്യത്തിൽ ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ സൈന്യത്തിൽ അന്ന് ഞാനുണ്ട്. ഞാൻ അടക്കമുള്ള ആളുകളാണ് കിസ്റ ഇബ്നു ഹുർമുസിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നത്. ആ സമ്പത്ത് മുഴുവനും ഇസ്ലാമിന് കിട്ടിയത് ഞാനതിന് സാക്ഷിയാണെന്ന് അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു പിന്നെ പറഞ്ഞു. ഇനി നബി തങ്ങൾ പറഞ്ഞു, അദിയേ നിങ്ങൾക്ക് ആയുസ്സുണ്ടെങ്കിൽ ഇതുകൂടെ കാണാൻ കഴിയും. കയ്യിൽ നിറയെ സമ്പത്തുണ്ടായി അത് വാങ്ങാൻ ഫക്കീറിനെ കാണാത്ത അവസ്ഥ വരും. ഒരു മിസ്കീനെ കാണുന്നില്ല, ഒരു ഫക്കീറിനെ കാണുന്നില്ല. ഞാൻ എൻ്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്കത് കാണാൻ കഴിയും, എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. അത് നടന്നു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. അത് നടന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്ത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് അത് നടന്നു. സ്വദഖ സകാത്ത് കൊടുത്തിട്ട് വാങ്ങിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു. ഫാദൽ മാൽ, സമ്പത്ത് ഒഴുകുകയാണ് ഉണ്ടായത്. നബി തങ്ങൾ എന്തൊക്കെ പറഞ്ഞോ മുഴുവനും നടന്നു. ഇസ്ലാമിനെ ചിലപ്പോൾ അറിയുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ ഈ പ്രൊഫസി കാണുമ്പോഴാണ്, നബി തങ്ങളുടെ പ്രവചനങ്ങൾ കാണുമ്പോഴാണ്, ഖുർആനിന്റെ അത്ഭുതങ്ങൾ കാണുമ്പോഴാണ് ചില ആളുകൾക്ക് ദീനിലേക്ക് വരാൻ അടുപ്പമുണ്ടാകുന്നത്. ചില ആളുകൾ, ചെറുപ്പക്കാർക്ക് വലിയ ആഗ്രഹം ചിലപ്പോ ഖുർആനും സയൻസും അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യണം. ശാസ്ത്രലോകത്തെ വലിയ വലിയ അത്ഭുതങ്ങള് അത് നമ്മളൊരു പൊതു സദസ്സിൽ ചർച്ച ചെയ്താൽ പ്രായമുള്ളവരും പെണ്ണുങ്ങളും കുട്ടികളും ഇവരൊക്കെ വേഗം അപ്പം തന്നെ ഉറങ്ങി വീഴും. ഒരു പൊതു സദസ്സിൽ ചർച്ച ചെയ്യാൻ നമുക്കത് പറ്റില്ല. പക്ഷെ പലർക്കും അത് വളരെ ഇൻസ്പിറേഷനലാണ്. അത് വല്ലാത്ത രസമായിരിക്കും എന്നൊക്കെ തോന്നും. വലിയ രസമുള്ള സംഗതിയാണ് ഖുർആനിന്റെ വലിയ വലിയ അത്ഭുതങ്ങൾ, കുറെ സയന്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തങ്ങൾ, അള്ളാഹുവിന്റെ കലാമിന്റെ ചില വാക്കുകൾക്കുള്ളിൽ അള്ളാഹു ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ച ചില എൽമിന്റെ നിധികൾ, ഇതൊക്കെ ഓരോ ആയത്തുകൾക്കിടയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ വല്ലാത്ത രസം തോന്നും. ചിലർക്ക് ഖുർആനുമായി എടുക്കാനുണ്ടാകുന്ന കാരണം അങ്ങനെയായിരിക്കും. ചില ആളുകൾക്ക് മുത്തുനിബിതങ്ങളുടെ പേഴ്സണാലിറ്റി അറിയുമ്പോഴാണ്, ചില ആളുകളുടെ അന്വേഷണങ്ങൾ, സത്യം എനിക്കറിയണമെന്ന അന്വേഷണം മുന്നോട്ട് നീങ്ങുമ്പോഴാണ്. നമ്മുടെ കൽബിനുള്ളിൽ ആഗ്രഹമുണ്ടോ, അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊണ്ടുതരികയാണ്.